ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ വിചിത്രവാദവുമായി കർണാടക ബിജെപി അധ്യക്ഷൻ ആർ അശോക. വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു മുസ്ലിമാണ്. കേരള സർക്കാരിന്റെ അദൃശ്യമായ കരങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ട്. കേരളത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്. കേരള സർക്കാരിന്റെ വിഷയത്തിൽ പങ്കുണ്ടെന്ന് ആർ അശോക നേരത്തെ ആരോപിച്ചിരുന്നു. ಈಗ ಆಪಾದನೆ ಮಾಡ್ತಾ ಇರೋನು ಯಾರೋ ಒಬ್ಬ ಮುಸ್ಲಿಮು. ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡು ಕೇರಳ ಸರ್ಕಾರ. ಅವ್ರಿಗೇನು ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിന്നും തെളിവെടുപ്പ് തുടരും. നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിടങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്താനും നീക്കമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ തെളിവെടുപ്പിന് എത്തിക്കുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടം അങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. ഒപ്പം പോലീസ് സുരക്ഷയും ഉണ്ടായിരുന്നു. ഇന്ന് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഈ ചൂണ്ടിക്കാണിച്ച ഇടങ്ങൾ കുഴിച്ച് പരിശോധന എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സുരക്ഷാ നീക്കങ്ങളൊക്കെ അവിടെ ഉണ്ടോ? വിവരങ്ങൾ പറയും. സ്മിത, ഇന്നെന്തായാലും രാവിലെ തന്നെ തെളിവെടുപ്പ് തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടി സ്പോട്ടിലേക്ക് എത്തും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഒടുവിൽ SITയിൽ നിന്ന് ലഭിക്കുന്നത്. രാവിലെ തന്നെ പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം രാവിലെ ഈ 3 ഇടങ്ങൾ കൂടിയാണ് പരിശോധിക്കാനുള്ളത് എന്നാണ് ലഭ്യമായ വിവരം. അത് കഴിഞ്ഞാലുടൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഇടം, സ്പോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കുഴിച്ചു പരിശോധിക്കുക എന്നുള്ളൊരു നീക്കം കൂടി ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ അതിലേക്ക് അവിടെ കുഴിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകളെയൊക്കെയും നിശ്ചയിച്ച് ഇന്നലെ തന്നെ അതിനൊരു സംഘത്തെയൊക്കെയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതധികം വൈകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ രാവിലെ ഈ 3 സ്പോട്ടുകളിൽ കൂടി പോവുക, ശുചീകരണ തൊഴിലാളി പറയുന്നതനുസരിച്ച് അവിടെ സ്പോട്ട് മാർക്കിംഗ് ചെയ്യുക, അതിനുശേഷം ഈ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെ ഈ ഒരു കുഴിയെടുത്തുള്ളൊരു പരിശോധന നടത്തുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള ഇനിയുള്ള ഒരു നീക്കം. അതായിരിക്കും ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴികളിൽ അല്ലെങ്കിൽ ഇന്നലെ നൽകിയ ഇടങ്ങളിലൊക്കെയും അവിടെ കാര്യമായ ഈ അസ്ഥികൂടങ്ങളോ ഒപ്പം തന്നെ തലയോട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു നിഗമനം തന്നെയാണ് SIT സംഘം ഉള്ളത്. അവിടെ ഇന്നലെ വലിയ സുരക്ഷയൊക്കെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധന മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നോടുകൂടി തെളിവെടുപ്പ് പൂർത്തിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടും നാളെയും ഒക്കെ ആയിട്ട് ഈ കുഴിച്ചു പരിശോധനയും തുടങ്ങും. സ്മിത, മുഹമ്മദ് റഹീസ്, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ BJP അധ്യക്ഷന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണല്ലോ അദ്ദേഹം. മുഹമ്മദ് റഹീസ്, ഉന്മേഷ്, ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ കൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതായത് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു മുസ്ലിമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ലഭ്യമായ എല്ലാ രേഖകളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രണ്ടാമതായി, ഈ ശുചീകരണ തൊഴിലാളിയായിട്ട് ഇവിടെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ആരാണ് എന്നിപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്നലെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവരിൽ നിന്ന് ആരിൽ നിന്നും അങ്ങനത്തെ ഒരു വിവരം ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇതിന് കേരള സർക്കാരിന് കൂടി പങ്കുണ്ട്. കേരളത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗൂഢാലോചനകൾ നടന്നത്. ആ ഗൂഢാലോചനകളുടെ വിവരങ്ങളൊക്കെ SIT അതിൻ്റെ റിപ്പോർട്ട് നൽകിയതിനു ശേഷം പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ സർക്കാരിനെ നേരിട്ട് ലിങ്ക് ചെയ്യുക കൂടിയാണ് BJP അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലുള്ളവർക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ കോട്ട് ചെയ്ത് അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കേരളവുമായി ഇതിനെ ലിങ്ക് ചെയ്യുക, ഈ സംഭവത്തിന് പിന്നിൽ, ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു അദൃശ്യ കരങ്ങളുണ്ട്. ആ അദൃശ്യ കരങ്ങൾ എപ്പോഴും കേരളത്തിൻ്റെതാണ്. കേരളത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിന്റെ ബന്ധം ഈ വിഷയത്തിൽ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തെ കൂടി ലിങ്ക് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. മാത്രമല്ല, ഈ ധർമ്മസ്ഥല ക്ഷേത്ര അധികൃതർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ക്ഷേത്രത്തിന്റെ പവിത്രത എപ്പോഴും പരിപാലിക്കപ്പെടണം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. ഒപ്പം SITയുടെ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.